പ്ലീസ് ഫുഡ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ഉള്ളിക്കറിയാണ്. പച്ചക്കറി ഒന്നും ഇല്ലെങ്കിലും വിഷമിക്കാനൊന്നുമില്ല, ഉള്ളി മാത്രം മതി ഇതിന്. അപ്പോൾ ആദ്യം തന്നെ ചട്ടി അടുപ്പത്ത് വെച്ച് അതിലേക്ക് ലേശം കൂടുതൽ വെളിച്ചെണ്ണ വേണം. വെളിച്ചെണ്ണ തന്നെ എടുക്കാൻ ശ്രമിക്കുക. എണ്ണ ചൂടായി വരുമ്പോഴേക്കും നമുക്കതിലോട്ട് കടുക് പൊട്ടിച്ചു കൊടുക്കാം. അപ്പോൾ ഞാൻ ഇത്രയും ഉള്ളി എടുത്തിട്ടുണ്ട്, അത് അരിഞ്ഞിട്ടുമുണ്ട്. ഇത്രയും ഉള്ളി എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു 10-25 കൊച്ചുള്ളിക്ക് മേളിലുണ്ട്, 30 കൊച്ചുള്ളിക്ക് അടുത്തുണ്ട്. ഇത്രയും അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അപ്പോൾ ദേ ഇതിലോട്ട് ഞാൻ കടുക് ഇട്ട് കൊടുക്കുകയാണ്. കടുക് നല്ല രീതിയിൽ പൊട്ടി വരുമ്പോൾ നമുക്ക് അതിലോട്ട് ലേശം കറിവേപ്പില ഇട്ട് കൊടുക്കാം. കറിവേപ്പിലയും ഇട്ടിട്ട് നമുക്ക് 2 പച്ചമുളക് അരിഞ്ഞിട്ട് കൊടുക്കാം. എരിവ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ പച്ചമുളകിൻ്റെ എണ്ണം കൂട്ടിയെടുക്കാം. അതോടൊപ്പം തന്നെ നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉള്ളിയും ഇതിലേക്ക് ഇടാം. ഇനി നമുക്ക് ഉള്ളി നല്ല രീതിയിലൊന്ന് വഴറ്റിയെടുക്കാം. ഈ കറി നമുക്ക് പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നതും എന്നാൽ അതുപോലെ സ്വാദുള്ളതുമായിട്ടുള്ളൊരു കറിയാണ്. അപ്പോൾ ഇത് പെട്ടെന്ന് ഉള്ളി വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് ലേശം ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഞാൻ ഇനിയിപ്പോൾ അതൊന്ന് യോജിപ്പിക്കാം. നല്ല രീതിയിൽ തന്നെ ഇതൊന്ന് വഴന്നു വരണം. ലേശം ഒന്ന് മൂക്കണം, ആ പരുവത്തിന് വഴറ്റണം. ഇതൊന്ന് അടച്ച് വെക്കാം. ആ നേരം കൊണ്ട് നമുക്ക് ഈ പുളി ഒന്ന് പിഴിഞ്ഞെടുക്കാം. ഇതിപ്പോൾ ഞാനിവിടെ വാളംപുളിയാണ് എടുത്തിട്ടുള്ളത്. അത് നല്ല രീതിയിൽ പിഴിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഉള്ളിയൊക്കെ ഒരുവിധം നല്ല രീതിയിൽ വഴന്ന് കിട്ടിയിട്ടുണ്ട്. ഇതിലേക്ക് വേണ്ടുന്ന മസാലപ്പൊടികൾ ചേർക്കാം. 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഏകദേശം 3 ടീസ്പൂൺ മുളക് പൊടി. ഇനി മസാലയുടെ പച്ചമണം മാറുന്നിടം വരെ നമുക്കിതൊന്ന് ഇളക്കി യോജിപ്പിക്കാം. തീ കുറച്ച് വെക്കാൻ മറക്കരുത്. പച്ചമണമൊക്കെ മാറി വരുമ്പോഴേക്കും നമുക്കിതിലോട്ട് നമ്മൾ നേരത്തെ പിഴിഞ്ഞ് വെച്ച പുളി ചേർത്ത് കൊടുക്കാം. പുളി അരിച്ച് ചേർക്കണം. പുളിയും ചേർത്ത് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ലേശം ഉലുവാപ്പൊടി, 1/4 ടീസ്പൂൺ വരെ ഉലുവാപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ വറുത്ത ഉലുവാപ്പൊടിയാണ് ഞാൻ ചേർക്കുന്നത്, അതുകൊണ്ട് അത് മൂത്ത് കിട്ടേണ്ട ആവശ്യമില്ല. ഇനിയിപ്പോൾ കറിയിലേക്ക് ആവശ്യമായ വെള്ളം ചേർത്ത് കൊടുക്കാം. ഒരു കാരണവശാലും തണുത്ത വെള്ളം ചേർക്കരുത്, ചൂടുവെള്ളം വേണം ചേർത്ത് കൊടുക്കാൻ. പാകത്തിന് ഉപ്പുണ്ടോ എന്നുള്ളത് ഉറപ്പുവരുത്തണം. ഉപ്പ് പോരാൻ തോന്നുമെങ്കിൽ ലേശം ചേർത്ത് കൊടുക്കാം. എനിക്കിപ്പോൾ ഇവിടെ ഉപ്പ് ലേശം കുറവായിട്ട് തോന്നി, ഞാനത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ എണ്ണ തെളിയുന്നിടം വരെ കറി ഒന്ന് വറ്റിച്ചെടുക്കാം. ഈ കറി ചോറിന് കൂട്ടാൻ നല്ല ഒരു കറിയാണ്. തീർച്ചയായിട്ടും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. ലേശം കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്യാം.
കറി ഉണ്ടെങ്കിൽ ഒരു പ്ലേറ്റ് ചോറ് സുഖമായിട്ടുണ്ടാകും. ഇതിൽ കൂടുതൽ ചോറ് ശരിക്കും പറഞ്ഞാൽ കഴിക്കും. അത്ര നല്ലൊരു കറിയായത്. ഇപ്പോൾ എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. തണുത്ത് കഴിഞ്ഞപ്പോൾ ഒന്നുകൂടെ ഒന്ന് വറ്റിയിട്ടുണ്ട്. ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അടുത്ത് കാണുന്ന ബെല്ലൈക്കണും കൂടെ ഒന്ന് പ്രസ് ചെയ്യണം. അപ്പോൾ വീണ്ടും കാണുന്നവരേക്കും നന്ദി, നമസ്കാരം.